വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം, അധ്യായം 12, 20 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങൾ. തിരുനാളിൽ ആരാധിക്കാൻ വന്നവരിൽ ഏതാനും ഗ്രീക്കുകാരുമുണ്ടായിരുന്നു. ഇവർ ഗലീലിയിലെ ബെത്സയിദായിൽ നിന്നുള്ള പീലിപ്പോസിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, പ്രഭോ, ഞങ്ങൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു. പീലിപ്പോസ് പോയി അന്ത്രയോസിനോട് പറഞ്ഞു. അന്ത്രയോസും പീലിപ്പോസും കൂടി യേശുവിനെ വിവരം അറിയിച്ചു. യേശു പറഞ്ഞു, മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായിരിക്കുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും. അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ തൻ്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കും. എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ ഞാനായിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനും ആയിരിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഈശോ ജെറുസലേം ദേവാലയത്തിൽ തിരുനാളിൽ പങ്കെടുക്കുവാൻ പോയി. ആ തിരുനാളിൽ പങ്കെടുക്കുവാനായി ഏതാനും ഗ്രീക്കുകാരും വന്നിട്ടുണ്ടായിരുന്നു. ഗ്രീക്കുകാർ അവർ പാണ്ഡിത്യത്തിൻ്റെ പ്രതീകമാണ്. ഗ്രീസാണ് വിജ്ഞാനത്തിൻ്റെ ഉറവിടമായി കണക്കാക്കപ്പെട്ടിരുന്ന ഇടം. ജ്ഞാനികളുടെ നാടാണ് ഗ്രീസ്. അതുകൊണ്ട് ഗ്രീക്കുകാരെപ്പോഴും ഈ അറിവ് തേടിപ്പോകുന്നവരാണ്, ജ്ഞാനത്തിൻ്റെ പുറകെ തേടിപ്പോകുന്നവരാണ്. ഒരുപക്ഷെ ആ തിരുനാളിന് അവർ പങ്കെടുത്തപ്പോൾ പലരും അവരോട് പറഞ്ഞിട്ടുണ്ടാകും, ഇതാ ജെറുസലേമിൽ ഒരു റബ്ബി, ഒരു ഗുരു ഉദയം ചെയ്തിരിക്കുന്നു. ഗുരു സ്വാഭാവികമായിട്ടും പണ്ഡിതനായിരിക്കും, അറിവുള്ളവനായിരിക്കും. അങ്ങനെയുള്ള അറിവിൻ്റെ നിറകുടമായിട്ടുള്ള ഒരു ഗുരു സ്വാഭാവികമായിട്ടും പാണ്ഡിത്യം അന്വേഷിക്കുന്ന, ജ്ഞാനത്തിൻ്റെ പുറകെ പോകുന്ന ഗ്രീക്കുകാർ അവനെ ഒന്ന് കാണുവാൻ ആഗ്രഹിച്ചു. നേരിട്ട് കാണാൻ അവർക്ക് എങ്ങനെയാണ് സാധിക്കുക? അതുകൊണ്ട് അവർ ബെത്സയിദായിൽ നിന്നുള്ള യേശുവിൻ്റെ ശിഷ്യനായ പീലിപ്പോസിനോട് പറഞ്ഞു. പീലിപ്പോസ് അത് അന്ത്രയോസിനോട് പറഞ്ഞു. അന്ത്രയോസും പീലിപ്പോസും കൂടി യേശുവിൻ്റെ അടുക്കൽ ചെന്ന് പറയുകയാണ്, ഇതാ ഏതാനും ഗ്രീക്കുകാർ നിന്നെ കാണുവാൻ ആഗ്രഹിക്കുന്നു. ഈശോയെ കാണുവാൻ ആഗ്രഹിക്കുന്ന അനേകം പേരുടെ കഥകൾ, സംഭവങ്ങൾ നാം സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. സക്കേവൂസ് യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു. അവൻ കാണാൻ ആഗ്രഹിച്ചു. അതിനൊരു പ്രത്യേക കാരണമൊന്നും അവനുണ്ടായിരുന്നില്ല. ഒരു ജിജ്ഞാസയായിരിക്കാം. എന്തോ അവനെ യേശുവിലേക്ക് ആകർഷിച്ചു. എന്നാൽ അവൻ കാണാൻ ആഗ്രഹിച്ച് ചെന്നപ്പോഴാകട്ടെ ജനക്കൂട്ടം അവന് തടസ്സമായിട്ട് മാറി. അവന് പൊക്കക്കുറവും ജനത്തിന് ഉയരക്കൂടുതലുമായിരുന്നു. എങ്കിലും അവൻ്റെ ആഗ്രഹം അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. അവൻ മുമ്പേ ഓടി ഒരു സിക്കമൂർ മരത്തിൽ കയറിയിരുന്ന് യേശുവിനെ കാണാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. യേശുവിനെ കാണാൻ ആഗ്രഹിച്ച് കാത്തിരുന്ന ശിമയോനെയും അന്നയെയും നാം ജെറുസലേം ദേവാലയത്തിൽ കാണുന്നുണ്ട്. ആ വൃദ്ധനായ ശിമയോൻ ഉണ്ണിയേശുവിനെ കൈകളിലെടുത്തിട്ട്, എത്ര കാലമായി ഞാൻ കാത്തിരിക്കുന്നു, ഇനി എന്നെ സമാധാനത്തിൽ വിട്ടയക്കുക എന്ന് പറയുന്നത് നാം കാണുന്നുണ്ട്. യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്ന, യേശുവിൽ നിന്ന് സൗഖ്യം ലഭിക്കാൻ ആഗ്രഹിക്കുന്ന അനേകം പേര്. അവനെ ഒന്ന് തൊട്ടാൽ മതി, എനിക്ക് സൗഖ്യം ലഭിക്കും എന്ന് വിശ്വസിച്ച
ആ രക്തസ്രാവക്കാരി സ്ത്രീ. ഭൗതികമായിട്ട് കാഴ്ചയില്ലെങ്കിലും ആ ബർത്തിമേയോസ് അവനെ കരഞ്ഞു വിളിച്ചപേക്ഷിച്ചു. അവൻ്റെ ആന്തരിക നയനങ്ങൾ കൊണ്ട് യേശുവിനെ കാണാൻ, യേശുവിൽ നിന്ന് അടയാളങ്ങൾ സ്വീകരിക്കാൻ, സൗഖ്യം സ്വീകരിക്കാൻ അവൻ ആഗ്രഹിച്ചു. ഇവിടെ ഗ്രീക്കുകാർ അവനെ കാണുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ യേശുവിനറിയാം എന്തുകൊണ്ടാണ് അവരെന്നെ കാണുവാൻ ആഗ്രഹിക്കുന്നത്. അവരവനെ കാണുവാൻ ആഗ്രഹിക്കുന്നത് പാണ്ഡിത്യം തേടിയാണ്, ജ്ഞാനം തേടിയാണ്. അവരറിവുള്ളവരാണ്. ആ പാണ്ഡിത്യത്തിലേക്ക് എന്തെങ്കിലും വയ്ക്കുവാനായിട്ട്, വരവ് വയ്ക്കുവാനായിട്ട് ഈ യേശുവുമായിട്ടുള്ള കൂടിക്കാഴ്ച കൊണ്ട് സാധിക്കും എന്നവർ കരുതി. അതുകൊണ്ട് തന്നെ യേശു അവിടെ പ്രതികരിക്കുന്നത്, വാ വിളിക്കൂ, അവരെന്നെ വന്ന് കാണട്ടെ, അവരുമായിട്ട് ഞാൻ വിജ്ഞാനം, ഒരു പണ്ഡിതോചിതമായ സംഭാഷണം നടത്താം എന്നൊന്നുമല്ല ഈശോ പറയുന്നത്. മറിച്ച് യേശു സ്വയം ആത്മഗതം ചെയ്യുന്നത് പോലെയാണ് നമ്മളവിടെ കാണുന്നത്. മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായിരിക്കുന്നു. ഈ ഗ്രീക്കുകാരെ സംബന്ധിച്ചിടത്തോളം മഹത്വമടങ്ങിയിരിക്കുന്നത് ജ്ഞാനത്തിലാണ്, അറിവിലാണ്. അവരുടെ ആ പാണ്ഡിത്യത്തെക്കുറിച്ച് അവരഹങ്കരിച്ചിരുന്നു. അഭിമാനം കൊള്ളുക മാത്രമല്ല, അതിലാണ് അവരവരുടെ മഹത്വം കണ്ടിരുന്നത്. ഈ പാണ്ഡിത്യമുള്ളവരെ അവരുമായിട്ട് ഇടപഴകുന്നതിലൂടെ തങ്ങളും പണ്ഡിതരാണ് എന്ന് ലോകം അറിയും എന്നൊരു പക്ഷേ അവർ വിചാരിച്ചിട്ടുണ്ടാകും. എന്നാൽ യേശു അവരെ തിരുത്തുവാനാണ് ആഗ്രഹിക്കുന്നത്. യേശുവിനെ സംബന്ധിച്ചിടത്തോളം മഹത്വമടങ്ങിയിരിക്കുന്നത് പാണ്ഡിത്യത്തിലല്ല. യേശുവിനെ സംബന്ധിച്ചിടത്തോളം മഹത്വമടങ്ങിയിരിക്കുന്നത് പ്രശസ്തിയിലോ അധികാരത്തിലോ ശക്തിയിലോ ഒന്നുമല്ല. യേശുവിനെ സംബന്ധിച്ചിടത്തോളം മഹത്വമടങ്ങിയിരിക്കുന്നത് അത് ശിഷ്യത്വത്തിലാണ്, അവനെ അനുഗമിക്കുന്നതിലാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തെങ്കിലും അവനിൽ നിന്ന് അറിവ് നേടി, ജ്ഞാനം നേടി പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാനുള്ളതല്ല. അവനിൽ നിന്നുള്ള മഹത്വം സ്വീകരിക്കണമെങ്കിൽ നാം അവനെ അനുഗമിക്കണം, അവൻ്റെ ഒപ്പം നടക്കണം. ഞാൻ അതുവരെ പിന്തുടർന്നിരുന്ന എല്ലാ വഴികളും ഞാൻ ഉപേക്ഷിക്കണം. എൻ്റെ ലക്ഷ്യവും എൻ്റെ ആഗ്രഹവും എൻ്റെ ജീവിതത്തിൻ്റെ സാക്ഷാത്കാരവും മാത്രമല്ല, ഇന്നത്തെ എൻ്റെ ജീവിതവും ഇന്നു മുതൽ അങ്ങോട്ടുള്ള എൻ്റെ ജീവിതവും കർത്താവിനോട് ചേർന്നുള്ളതാണ്, കർത്താവിലാണ്, കർത്താവിനോടൊപ്പമാണ്. ഈ ഒരു ബോധ്യത്തിലേക്ക് കടന്നു വരുവാനാണ് ഈശോ വിളിക്കുന്നത്. മഹത്വം അവിടെയാണ്, അവൻ്റെ മഹത്വം അവിടെയാണ്. ഈ മഹത്വം നമ്മൾ അനുഭവിക്കാൻ അവനോടൊപ്പം യാത്ര ചെയ്യണം. ഗ്രീക്കുകാരെ സംബന്ധിച്ചിടത്തോളം എന്തുമാത്രം ഇത് ഒരു ലക്ഷ്യമാണ് എന്ന് ഈശോ ചോദിക്കുകയാണ്. രണ്ടാമതായിട്ട് ഈ മഹത്വം എന്ന് പറയുന്നത് അത് ഈ അനുഗമിക്കുകയും അവൻ്റെ ശിഷ്യത്വത്തിലേക്ക് കടന്നു വരികയുമാണ്. ശിഷ്യത്വത്തിലേക്ക് കടന്നു വരികയാണ്. എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, ശിഷ്യനാവണം. അപ്പോൾ ഞാനായിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകരുമായിരിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് മഹത്വപ്പെടുത്തും. ഈ വചനഭാഗത്തിൻ്റെ തുടക്കത്തിൽ 23-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് ഈശോ പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ്: മഹത്വപ്പെടുവാനുള്ള സമയമായിരിക്കുന്നു. അത് യേശുവിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇനി അവനെ അനുഗമിക്കുകയും അവൻ്റെ ശിഷ്യനായിത്തീരുകയും ചെയ്യുമ്പോൾ പിതാവ് അവൻ്റെ ശിഷ്യരെ മഹത്വപ്പെടുത്തും. ഈ ഒരു മഹത്വത്തിൻ്റെ ജീവിതത്തിലേക്കാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്.
ലോകം നൽകുന്ന മഹത്വമല്ല, ലോകം നൽകുന്ന പ്രശസ്തിയല്ല. അതൊന്നും നമ്മെ അഭിരമിക്കാനായിട്ട്, എന്നെ ആകർഷിക്കാനായിട്ട് ഇടവരേണ്ടതില്ല. കർത്താവ് നൽകുന്ന മഹത്വം, അവൻ്റെ കൂടെയായിരിക്കുന്നതിൻ്റെ മഹത്വം, അവനെ അനുഗമിക്കുന്നതിൻ്റെ മഹത്വം, അതിലേക്ക് നമുക്ക് കടന്നു വരാം. ഇനി ഈ യേശുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞു, അവൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞു. എന്താണ് ഇവൻ്റെ മഹത്വത്തിലുള്ള ജീവിതം? അവിടെയാണ് ഈശോ വളരെ വ്യക്തമായിട്ട് ഒരു പ്രതീകം അവതരിപ്പിക്കുന്നത്. അത് ഗോതമ്പ് മണിയുടെ പ്രതീകമാണ്. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴുകുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും. അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. 24-ാം വാക്യമാണ്. ഈ മഹത്വം ഫലം പുറപ്പെടുവിക്കൽ തന്നെയാണ്, വളരെയേറെ ഫലം പുറപ്പെടുവിക്കുന്നതാണ്. അത് സമൃദ്ധിയുടെ ഒരു ജീവിതമാണ്. പക്ഷേ ആരംഭിക്കുന്നത് നിലത്ത് വീഴണം, അഴുകണം. ഈ അഴുകുന്നില്ലെങ്കിൽ ഒരിക്കലും നാം ഫലം പുറപ്പെടുവിക്കുകയില്ല. പ്രിയമുള്ളവരെ, ക്രൈസ്തവ ജീവിതത്തിൻ്റെ ആ ഒരു വ്യതിരിക്തത, അതിൻ്റെ നമുക്കേവർക്കും ഏറ്റെടുക്കേണ്ട ആ ഒരു ഔന്നിത്യം എന്ന് പറയുന്നത്, അത് എൻ്റെ പുറന്തോട് പൊട്ടലാണ്. ഒരു ഗോതമ്പ് മണി നിലത്ത് വീഴുമ്പോൾ, മണ്ണിൽ വീഴുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ മണ്ണിൽ അതിൻ്റെ അവിടെ നിന്ന് ജലാംശം ഉൾക്കൊണ്ട് അതിൻ്റെ പുറന്തോട് അത് പതുക്കെ പതുക്കെ നനവുള്ളതായിത്തീരും, അഴുകാൻ തുടങ്ങും. മണ്ണിൽ വീഴുന്നത് വരെ ആ ഗോതമ്പ് മണിയുടെ സുരക്ഷിതത്വം മുഴുവൻ ഈ പുറന്തോടിലായിരുന്നു. പുറന്തോടിനകത്തത് സുരക്ഷിതമായിരിക്കും, പക്ഷേ അത് അതേപടിയിരിക്കും. എന്നാൽ നിലത്ത് വീണ് പുറന്തോട് അഴുകിത്തുടങ്ങുമ്പോൾ അവിടെ നിന്ന് പുതുജീവനുണ്ടാകും. പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും നമ്മുടെ സുരക്ഷിതത്വത്തിൻ്റെ പുറന്തോടിനകത്ത് സ്വച്ഛമായിട്ട് വ്യവഹരിക്കുകയാണ്. ഈ ഒരു സുരക്ഷിതത്വം വാസ്തവത്തിൽ അത് നമ്മെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. നാം കണ്ടെത്തുന്ന ഒരു സുരക്ഷിതത്വത്തിൻ്റെ അതിർവരമ്പുകൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഒരു സ്കോപ്പ്, നമ്മുടെ ജീവിതത്തിൽ ഇനി മുന്നോട്ട് പോകാനുള്ള വഴികളെയൊക്കെ പരിമിതിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ഞാനും നിങ്ങളും സമർപ്പിതരും എല്ലാവരും പലപ്പോഴും ശ്രമിക്കുന്നത്, എനിക്ക് എൻ്റെ കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത്യാവശ്യം ഒരു ബാങ്ക് ബാലൻസ് ഉണ്ടാകണം, നല്ലൊരു വീടുണ്ടാകണം, എനിക്കൊരു കാറുണ്ടാകണം, എൻ്റെ എല്ലാ സൗകര്യങ്ങളും ഇങ്ങനെ സംരക്ഷിക്കപ്പെടണം. ആ ഒരു സംരക്ഷണത്തിൻ്റെ ഒരു വലയത്തിനകത്ത് ഞാൻ സുരക്ഷിതനാകുമെന്ന് ചിന്തിക്കുകയാണ്. എന്നാൽ നമ്മൾ കണ്ടു കഴിഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ എത്രയോ അപ്രതീക്ഷിതമായ നിമിഷങ്ങളിൽ നാം സൃഷ്ടിച്ചെടുത്ത ഈ സേഫ് സോണുകളൊക്കെ എത്രയോ ബലഹീനമാണ് എന്ന്. പ്രളയത്തിൻ്റെ സമയത്ത് നമ്മളത് കണ്ടു, കോവിഡിൻ്റെ കാലഘട്ടത്തിൽ നമ്മളത് കണ്ടു. ഈ സുരക്ഷിതത്വം ഒന്നും സുരക്ഷിതത്വമല്ല, നമ്മുടെ നിയന്ത്രണത്തിനപ്പുറത്തുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഏറ്റെടുക്കാവുന്ന ചില കാര്യങ്ങളും ഈ പ്രതിസന്ധികളിലൊക്കെ നമ്മൾ കണ്ടു. പ്രളയത്തിലും കോവിഡിലുമൊക്കെ തങ്ങളുടെ സുരക്ഷിതത്വത്തിൻ്റെ അതിർവരമ്പുകളെ, ചുറ്റുമതിലുകളെ തകർത്തുകൊണ്ട് അരക്ഷിതത്വത്തിൻ്റെ ഒരു ധീരത ഏറ്റെടുത്തുകൊണ്ട് മറ്റുള്ളവരിലേക്ക് ഒഴുകിയിറങ്ങുന്ന മനുഷ്യ സ്നേഹത്തിൻ്റെ വീരോചിതമായിട്ടുള്ള ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടു. സ്വന്തം ജീവൻ പോലും തൃണവൽക്കരിച്ചുകൊണ്ട് മറ്റുള്ളവരെ രക്ഷിക്കാനായിട്ട്, അവർ സുരക്ഷിതരാകാൻ വേണ്ടി
സ്വയം സമർപ്പിക്കുന്നിടത്ത് നാം നമ്മുടെ മഹത്വം കണ്ടെത്തണമെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സമീപകാല ജീവിതാനുഭവങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രതിസന്ധികളിൽ ഇപ്രകാരം പുറന്തോട് പൊട്ടിക്കാൻ ധീരത കാണിക്കുന്നവരാണ് വീരോചിതമായിട്ടുള്ള ജീവിതം നയിക്കുന്നവർ. അവരാണ് ക്രിസ്തുവിനെ ഇന്നത്തെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നവർ. അങ്ങനെയുള്ളവർ ധാരാളം ഫലം പുറപ്പെടുവിക്കും. വെറും ഫലം പുറപ്പെടുവിക്കുമെന്ന് മാത്രമല്ല ഈശോ പറഞ്ഞത്, ധാരാളം ഫലം പുറപ്പെടുവിക്കും. അത്ഭുതങ്ങളുടെ സമൃദ്ധി അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. പ്രിയമുള്ളവരെ, യേശുക്രിസ്തു തന്നെയാണ് ഈ ജീവിതത്തിന് നമ്മുടെ മുമ്പിൽ ഏറ്റവും വലിയ മാതൃക. അവിടുന്നാകുന്ന ഗോതമ്പ് മണി നിലത്ത് വീണത് അത് കാൽവരി മലയിലാണ്. കാൽവരി മലയിൽ അവിടുന്ന് സ്വന്തം രക്തത്തിൽ കുതിർന്നുകൊണ്ട് ആ മണ്ണിൽ മരണത്തെ പുൽകിയപ്പോൾ അവിടെ ജീവനുണ്ടായി. ജീവനുണ്ടാകുക മാത്രമല്ല, അത് സമൃദ്ധമായിട്ടുണ്ടായി. നമുക്കെല്ലാവർക്കും ജീവനുണ്ടാകാനും അത് സമൃദ്ധമായിട്ടുണ്ടാകുവാനും അവൻ കുരിശിൽ മരിച്ചു. ഈ ഒരു അഴുകലിൻ്റെ സുവിശേഷമാണ് നമ്മുടെയും ജീവിതത്തിൻ്റെ മഹത്വം. യേശുക്രിസ്തു നമുക്ക് ചൂണ്ടിക്കാണിച്ചു തന്നിരിക്കുന്ന മഹത്വം നമ്മുടെ ജീവിതത്തിൻ്റെ മഹത്വവും അതിൽ തന്നെയാണ്. അപ്പോൾ ധാരാളം ഫലങ്ങളുണ്ടാകും. കാൽവരി കുരിശിൽ അഴുകിയ അവൻ്റെ ശരീരം ആ കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുക മാത്രമല്ല, അവൻ്റെ ഈ ജീവനിൽ ഈ മനുഷ്യകുലത്തെ മുഴുവൻ പങ്കുപറ്റുവാനായിട്ട് അവന് നമ്മെ എല്ലാവരെയും തുറന്ന് ക്ഷണിക്കുവാൻ കൂടി സാധിച്ചു. നമ്മളെല്ലാവരും അവനിൽ ജീവിക്കുകയാണ്. അവൻ്റെ ഈ അഴുകലിൻ്റെ ഫലം നമ്മൾ അനുഭവിച്ചവരാണ്. വാസ്തവത്തിൽ നമ്മളാണ് അവനിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ച നമ്മളാണ് അവൻ കാൽവരിയിൽ അഴുകിയതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഫലങ്ങൾ. ഇനിയോ പെന്തക്കോസ്താ ദിനത്തിൽ നാം കാണുന്നുണ്ട്, അവനിൽ വിശ്വസിക്കുന്നവർ, അവനിൽ രക്ഷ പ്രാപിച്ചവർ ഈ ആത്മാവിനെ സ്വീകരിക്കുകയും ആത്മാവിൻ്റെ ഫലങ്ങളിങ്ങനെ ജീവിതത്തിൽ നാനാജാതി മതസ്ഥരിലേക്ക്, അനേകായിരങ്ങളിലേക്ക് ഇങ്ങനെ പ്രസരിപ്പിക്കുകയും ചെയ്യുന്നത് പെന്തക്കോസ്താ അനുഭവമാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ഫലങ്ങളാണ് നമ്മൾ ആത്മാവിൻ്റെ അഭിഷേകത്തിലൂടെ ആ ഫലങ്ങൾ ഒരു അണുബോംബ് കണക്കെ മറ്റുള്ളവരിലേക്ക് ഇങ്ങനെ പ്രസരിക്കുകയാണ്. സ്നേഹത്തിൻ്റെ, കൃപയുടെ, ശാന്തതയുടെ, ക്ഷമയുടെ, സൗമ്യതയുടെ ഒക്കെ ഒരു പ്രസരണം ഈ ഫലങ്ങളായിട്ട് നമ്മിൽ നിന്ന് പുറപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. കുടുംബജീവിതം നയിക്കുന്നവരാണ് നമ്മളെങ്കിൽ ദമ്പതികൾ പരസ്പരം അഴുകാൻ തയ്യാറാകുന്നിടത്താണ് ദാമ്പത്യ സ്നേഹം, ദാമ്പത്യ ജീവിതത്തിൻ്റെ ഐക്യം ഉളവാകുന്നത്. വിവാഹിതരാകുന്ന ഭാര്യയും ഭർത്താവും രണ്ട് പേര് അവർ അതേപടി ഇരിക്കുകയാണെങ്കിൽ അവിടെ യാതൊരു ഫലവും ഉണ്ടാവില്ല. വിവാഹത്തിന് മുമ്പ് അവർ ഓരോരുത്തരും താന്താങ്ങളുടെ സുരക്ഷിത ഇടങ്ങളിൽ സംതൃപ്തി കണ്ടെത്തിയിരുന്നവരായിരിക്കും. ശരിയാണ്. പക്ഷേ വിവാഹ ജീവിതത്തിലേക്ക് ദൈവം അവരെ വിളിച്ചിരിക്കുന്നത് കൃപയുടെ സമൃദ്ധമായ ഫലങ്ങൾ പുറപ്പെടുവിക്കാനാണ്. അതിന് പുറന്തോട് പൊട്ടിയേ മതിയാകും. പുറന്തോട് പൊട്ടി പരസ്പരം അഴുകിച്ചേരുവാൻ സാധിക്കുമ്പോൾ ആ സ്നേഹത്തിൽ നിന്ന് പുതുജീവൻ അവരുടെ കുടുംബത്തിലുണ്ടാകും. ഒരു ക്രൈസ്തവ കുടുംബത്തിൻ്റെ ജീവൻ എന്ന് പറയുന്നത് ഈ സ്നേഹത്തിലുള്ള ഇഴുകിച്ചേരലാണ്. അതിന് പുറന്തോട് അഴുകിയേ മതിയാകും. ദമ്പതികളുടെ പുറന്തോടുകൾ അഴുകുന്നിടത്ത് അവിടെ സ്നേഹത്തിൻ്റെ ഒന്നിപ്പുണ്ടാകുന്നു, അവിടെ പുതിയ ജീവനുണ്ടാകുന്നു.
നമ്മുടെ കുടുംബത്തിൽ ഓരോ കുഞ്ഞും ജനിക്കേണ്ടത് ഈ അഴുകിയ പുറന്തോട് വളമായിട്ട് ഞങ്ങളുടെ ദാമ്പത്യ സ്നേഹത്തെ ഇങ്ങനെ ജീവനുള്ളതാക്കി മാറ്റുന്ന ആ ഒരു ശുശ്രൂഷയിലൂടെയാണ്. പ്രിയമുള്ളവരെ, ജഡികാഭിലാഷത്തിൽ നിന്നല്ല. ജഡം ഭോഗിക്കുന്നതാണ്, എനിക്കെന്ത് കിട്ടുമെന്ന് ചിന്തിക്കുന്നതാണ്. എന്നാൽ ആത്മാവിൽ പരസ്പരം ഒന്നിക്കപ്പെടുമ്പോൾ ഈ ജഡത്തിൻ്റെ പുറന്തോടുകൾ പൊട്ടും, അഴുകും. അവിടെ ആത്മാവിൻ്റെ സ്നേഹത്തിൻ്റെ ആ ഒരു ജീവൻ അവിടെ ആരംഭം കുറിക്കും. ഈ ഒരു അനുഭവത്തിലേക്ക് ദമ്പതികൾ കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയാണ് ഈ മക്കൾ സ്നേഹം തിരിച്ചറിയുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി വ്യയം ചെയ്ത് ഇല്ലാതാകുന്ന, അഴുകിത്തീരുന്ന ഒരു സ്നേഹം മക്കൾ മാതാപിതാക്കളിൽ നിന്ന് അനുഭവിച്ചറിയുകയാണ്. അങ്ങനെയുള്ള മക്കൾ തങ്ങളുടെ ജീവിതത്തിൻ്റെ ഫലം കാണുന്നത് സ്വയം അഴുകിയില്ലാതാകുമ്പോഴാണ്. ഇങ്ങനെ പരസ്പരം സമർപ്പിക്കുന്ന, ശൂന്യവൽക്കരിച്ച് സമർപ്പിക്കുന്ന, സ്നേഹത്തിൽ സമർപ്പിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ ശൈലി, അതാണ് ഈ ഗോതമ്പ് മണിയുടെ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമുക്കിത് ഏറ്റെടുക്കാം. നമ്മുടെ ഇടവക ശുശ്രൂഷയിലും ഇങ്ങനെയുള്ള കുടുംബങ്ങളുടെ കൂട്ടായ്മയാണ്, ഇങ്ങനെയുള്ള കുടുംബങ്ങളുടെ മഹാ ഇടവകയാണ് നമ്മുടെ ഇടവക. ഇങ്ങനെയുള്ള കുടുംബങ്ങളുടെ മഹാകുടുംബമാണ് നമ്മുടെ ഇടവക. ഇങ്ങനെയുള്ള ഇടവകകൾ ചേർന്നതാണ് നമ്മുടെ സഭ. പ്രിയമുള്ളവരെ, സഭാജീവിതം ഇപ്രകാരമുള്ള പരസ്പരം ഇഴുകിച്ചേരുന്ന അനുഭവമായിട്ട് തീരട്ടെ. നമ്മുടെ സ്വാർത്ഥതയുടെ പുറന്തോടുകൾ അഴുകിയില്ലാതാകട്ടെ. സ്വയം സമർപ്പിക്കുന്ന വീരോചിതമായ സാക്ഷ്യങ്ങൾ നമ്മിൽ നിന്ന് ഈ ലോകത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും ഒഴുകിയിറങ്ങാൻ, അങ്ങനെ ഭൂമിയുടെ ഉപ്പായിത്തീരാൻ, ലോകത്തിൻ്റെ പ്രകാശമായിത്തീരാൻ, മാവിനെ പുളിപ്പുള്ളതാക്കുന്ന ഈസ്റ്റായിട്ട് മാറാൻ നമ്മുടെ ഈ സമർപ്പണത്തിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ മഹത്വം ഈ സമർപ്പണത്തിൽ നമുക്ക് കണ്ടെത്താം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.